ഇപ്രാവശ്യത്തെ നമ്മൾ ഓണം സെലിബ്രേഷൻ ചെയ്യാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൂവാറിലുള്ള ഒരു ഗോഗോ ലാൻഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ്. അവിടെ ഓൾറെഡി നമ്മൾ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ബോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് അവിടെ നമ്മൾ കുറച്ച് നടക്കണം. അവിടത്തേക്ക് കാറൊന്നും വരില്ല. ഇപ്പം ഇതാണ് ആ ഗോഗോ ലാൻഡ് എന്ന് പറയുന്ന റിസോർട്ട്. ഇത് റിസോർട്ട് മാത്രമല്ല, ഒരു അഡ്വഞ്ചർ ഏരിയയും കൂടാണ്. നമുക്ക് അഡ്വഞ്ചറായിട്ടുള്ള പല ആക്ടിവിറ്റീസും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ മോളും എൻ്റെ വൈഫും പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെയും കൂടെ പിടിച്ചെടുത്തു. അപ്പം ഞാനും കൂടെ എന്താ ഒരു പോസ് കുറയ്ക്കുമ്പോൾ ഞാൻ ഞെളിഞ്ഞങ്ങ് നിന്നു ഗോഗോലാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഫ്രണ്ടിൽ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് ഇങ്ങനെ നടന്നും ഇരുന്നും ഒക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു, വൈഫ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്ക് വെച്ച് അടിപൊളിയായിട്ട് ഇത് ചെയ്തു. ഇതെങ്ങനെയുണ്ട്? പൊളിയല്ലേ ഈ പോസ്? അവിടെ ഞങ്ങൾ നേരെ നടന്നു പോയി നോക്കിയപ്പോൾ ദൈവമേ, ഊഞ്ഞാല് പൊക്കത്തിൽ ആട്ടി വിടുന്നു, അവിടുന്ന് വെള്ളം വന്ന് വീഴുന്നു, എല്ലാം അടിപൊളി ത്രില്ലായിപ്പോയി. മോളാണ് ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് അവിടെ ഫിഷ് സ്പാ ചെയ്യാനാണ്. കാലിലങ്ങോട്ട് കിട്ടതേ ഓർമ്മയുള്ളൂ. മെയിനെല്ലാം ഒന്ന് കൊത്തലോട് കൊത്തു. ഇപ്പം എൻ്റെ മോളുടെ കാലയിൽ ഇപ്പം മീൻ കടിക്കുമ്പോൾ അവളുടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചു, അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അവിടുന്ന് നേരെ പോയി ഇങ്ങനെ ഈ കറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് കയറി ഇരിക്കാനാണ്. പക്ഷെ അവൾക്ക് അറിയത്തില്ല അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു. അപ്പം മോൾക്ക് ഒരേ ഒരു ആഗ്രഹം, സെൽഫി എടുക്കണം. എടുത്തു. പിന്നെ അവിടുന്ന് നേരെ പോയത് റൂമിലേക്ക്. ഇതാണ് റൂം, ക്യാപ്സ്യൂൾ റൂം എന്നാണ് അതിന് പറയുന്നത്. ചെറിയ റൂമാണ്, നല്ല രസമാണ്. എൻ്റെ ഇൻറ്റീരിയറും അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നേക്കാണ്. ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലിരിക്കുന്നതാണ്. അവിടെ നല്ല രീതി വിശന്ന് നല്ല രണ്ട് ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. മോളാണെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ച് കരച്ചിലോട് തിരച്ചിൽ. ആഹാരം ഇഷ്ടമല്ല, അതാണ് കാര്യം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയി മോളെ കൊണ്ട് ഒരു ട്രെയിനിൽ കൊണ്ടങ്ങ് ഇരുത്തി. ട്രെയിനൊന്നും ഇരുത്തിയിട്ട് പുള്ളിക്കാർക്ക് വെള്ളത്തിൽ ഇറങ്ങണം. അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. പുള്ളിക്ക് വെള്ളമാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അവിടുന്ന് ഞാൻ വിഷപ്പറ്റിയിരുന്നിട്ട് അടുത്ത റൈഡിൽ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം ഒന്നെ കയറ്റിന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്തോ, വെള്ളത്തിലുള്ള റൈഡിലോടാണ് താല്പര്യം. അപ്പോൾ അതിലേക്കൂടെ എല്ലാം ചുറ്റി. പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ വന്നേലേ, കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് അഡ്വഞ്ചറൊക്കെ നമ്മൾ ചെയ്തു. ആ സമയത്ത് ഞാൻ പോയി ഈ സ്പാക്കകത്ത് കൊണ്ടുപോയി കഴിപ്പിച്ചു മീനെ. അവിടെ നേരെ വന്നത് അവളുടെ ഇഷ്ടവിനോദമായ വാട്ടർ റൈഡിലേക്കാണ്. അവളുടെ മുഖത്തെ സന്തോഷം ഒയ്യണം. ഒക്കെ അങ്ങ് എൻജോയ് ചെയ്യുന്നത് ഈ വാട്ടർ റൈഡിലാണ്. അവിടുന്ന് നേരെ അവൾ പോയി റെയിൻ ഡാൻസും ചെയ്തു, അടിച്ചു പൊളിച്ച് ഡാൻസോട് ഡാൻസ്. സന്തോഷം മുഖത്ത് കാണാനുണ്ട്. അപ്പോഴും നമ്മളിവിടെ ഈ പറയുന്ന ആൾ കസേരയിലിരിക്കുകയാണ്. അവിടുന്ന് നേരെ പിന്നെ എത്ര ഉണ്ടെന്നറിയാൻ പോയത്. ഞാനവിടെ കസേര കുത്തിയിരിക്കണം, അമ്മയും മോളും ഡാൻസോട് ഡാൻസ്. നമ്മൾ പാവം. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, അല്ല ബാക്കിൽ തന്നെ കൊടുത്തേക്കാം. തിരുവനന്തപുരം പോകാറുന്ന സ്ഥലത്താണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.